ഇറാനുമായുള്ള നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെ നിലപാട് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാന് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത്. അന്താരാഷ്ട്ര കപ്പൽപാതകൾ തടസ്സപ്പെടുത്തി ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ ഇറാന്റെ കൈവശം മറ്റ് തന്ത്രങ്ങളൊന്നുമില്ലെന്ന് ട്രംപ് പരിഹസിച്ചു. ഇറാൻ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ സമവായ ചർച്ചകൾക്ക് തയ്യാറായതുകൊണ്ടാണെന്ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്കൻ പടക്കപ്പലുകൾ സജ്ജമാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. കരുത്തുറ്റതും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതുമായ ആയുധങ്ങളാണ് പടക്കപ്പലുകളിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. ആണവായുധ പദ്ധതികൾ ഉപേക്ഷിക്കുകയാണെന്ന് ഇറാൻ സമ്മതിച്ചായും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ മുൻകൂർ നിബന്ധനകളൊന്നും അംഗീകരിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവായുധങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് ഇറാൻ തങ്ങളോട് പറഞ്ഞെങ്കിലും പിന്നീട് യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് മാറ്റിപ്പറഞ്ഞതായി ട്രംപ് കുറ്റപ്പെടുത്തി. ആണവോർജ്ജ ഉൽപാദനത്തിനായി യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നാണ് ഇറാന്റെ നിലപാട്. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ളതാണെന്നും ബോംബ് നിർമ്മാണമല്ല ലക്ഷ്യമെന്നുമാണ് ഇറാന്റെ നിലപാട്. അതിനിടെ സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി കടുത്ത നിബന്ധനകളുമായി ഇറാൻ രംഗത്തെത്തി. രണ്ട് പ്രധാന ആവശ്യങ്ങളാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് മുന്നോട്ട് വെച്ചത്. ലെബനനിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളർ ആസ്തികൾ വിട്ടു നൽകണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. ഈ നിബന്ധനകൾ പാലിക്കാതെ ചർച്ചകൾക്ക് തങ്ങളുടെ പ്രതിനിധി സംഘം പുറപ്പെടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ ചർച്ചകൾ ഏകദേശം അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നാൽ ഇസ്ലാമാബാദിലേക്ക് സംഘം പുറപ്പെട്ടിട്ടുമുണ്ട്. ഇറാന്റെ ഈ നീക്കത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചത്. ഞങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് ഇറാനോട് പറഞ്ഞ വാൻസ് ഇത്തരം തന്ത്രങ്ങളാണ് പയറ്റുന്നതെങ്കിൽ ചർച്ചാ സംഘം അത്ര സ്വീകാര്യമായ രീതിയിലായിരിക്കില്ല പെരുമാറുകയെന്നും മുന്നറിയിപ്പ് നൽകി. ചർച്ചകളിൽ നല്ല ഫലം പ്രതീക്ഷിക്കുന്നതായി അറിയിച്ച വാൻസ് പാകിസ്ഥാനിലേക്ക് പോയിട്ടുമുണ്ട്. ബാങ്കിംഗ് ഊർജ്ജ മേഖലകളിൽ ഏർപ്പെടുത്തിയ ഉപരോധം മൂലം എണ്ണവാതക കയറ്റുമതിയിൽ നിന്നുള്ള വലിയൊരു തുക ഇറാന് വിദേശ ബാങ്കുകളിൽ നിന്ന് ലഭിക്കാനുണ്ട്. അതിനിടെ മേഖലയിലെ സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും തെക്കൻ ലെബനനിലെ ഇസ്രായേൽ ബോംബ് ആക്രമണം തുടരുന്നത് വെടിനിർത്തലിനെ ദുർബലമാക്കുന്നു. വെള്ളിയാഴ്ചയാണ് ആക്രമണങ്ങൾ നടന്നത്. ഇതിൽ 10 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ ലെബനൻ സുരക്ഷാ സേനയിലെ 8 അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളക്കെതിരായ നീക്കം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തർക്കവും നിലനിൽക്കുന്നുണ്ട്. കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തിന് ഇറാൻ തടസ്സം നിൽക്കുകയാണെന്നും കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ ശ്രമിക്കരുതെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് അടച്ചതും ലെബനനിലെ ആക്രമണങ്ങളും സമാധാന ചർച്ചകൾക്ക് വലിയ തടസ്സമായി നിൽക്കുന്നതിനിടയിലാണ് ഇറാന്റെ പുതിയ നിബന്ധനകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ US ചർച്ചകൾ വൈകിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഇരുകൂട്ടരും ആദ്യം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി പ്രത്യേകം ചർച്ച നടത്തുമെന്നും അതിനുശേഷമേ നേരിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുകയുള്ളൂവെന്നുമാണ് വിവരം. അതോടെ ഇറാൻ US ചർച്ച തുടങ്ങാൻ വൈകുന്നേരമാകുമെന്നാണ് വിവരം. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ട US സംഘം പാകിസ്ഥാന് തലസ്ഥാനമായി ഇസ്ലാമാബാദിൽ എത്തിയിട്ടുമുണ്ട്. 6 ആഴ്ചയോളമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് പരിഹാരം കാണുക എന്നതാണ് ദൗത്യം. വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരുൾപ്പെട്ട സംഘമാണ് ചർച്ചകൾക്ക് എത്തിയത്. US ഇറാൻ ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിൽ തുടക്കമാകും. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴിതുറക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇതോടുകൂടി US ഇറാൻ ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിൽ തുടക്കമാകുന്നതോടെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് ഇതോടുകൂടി വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.